5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. അതെങ്ങനെയാണ് 5 നേരം എന്റെ വിശ്വാസമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വിശുദ്ധ ഖുർആൻ. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വേടനെ പച്ച തെറി വിളിച്ച ആ മധു, RSSന്റെ ഒരു മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപരാണ് ഈ മധു എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ. ഇദ്ദേഹം RSSന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ സോക്കോൾഡ് ഹിന്ദുക്കൾക്ക് വേണ്ടി, RSSനെ ഹിന്ദുക്കളെയും കൂട്ടിയോജിപ്പിക്കുന്നില്ല കേട്ടോ, ഒരിക്കലും എല്ലാ RSSകാരും ഹിന്ദുക്കളല്ല, എല്ലാ ഹിന്ദുക്കളും RSSും അല്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം സോക്കോൾഡ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെ ഇദ്ദേഹം പലപ്പോഴും വിചാരിച്ച് കാണുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ഇരുന്നിട്ട് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ കുറ്റം പറയുക, ഒരു നാവ് കിട്ടി അടുത്ത നാവ് കൊണ്ട് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ കുറ്റം പറയുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ മധുവിനെ പോലുള്ള, ശശികല പോലുള്ള ആളുകൾക്ക് ഉള്ള ഏകൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇസ്ലാമികമായ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല, ഞാനൊരു മതത്തിൽ പിറന്നിട്ടല്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിക്കാത്ത ആളായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പരിപൂർണ്ണം എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ മധു എന്ന് പറയുന്ന മനുഷ്യന് ഒരു ഉസ്താദ് അതിഗംഭീരമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എടുത്ത് പിടിച്ച് ഒട്ടിച്ച് തേമ്പി വിടുന്നുണ്ട്. പക്ഷേ ആ തേമ്പി വിടലുണ്ടല്ലോ പൊന്നു സുഹൃത്തുക്കളെ, നല്ല മാന്യമായ ഭാഷയിൽ മധു വളരെ രോഷാകുലനായിട്ട് ഇസ്ലാമിക ഈവൻ ബാങ്ക് വിളിയെ പോലും നോക്കൂ സുഹൃത്തുക്കളെ, ബാങ്ക് വിളി എന്ന് മുതലാ നമുക്കൊരു ഹറാമായി തുടങ്ങി? അങ്ങനത്തെ ഞാൻ ചോദിക്കട്ടെ, എന്ന് മുതലാ നമുക്ക് വിലക്കപ്പെട്ട എന്തൊരു സാധനമായിട്ട് ബാങ്ക് വിളി തുടങ്ങി? ഞാൻ ആദ്യമേ പറയട്ടെ, ഞാനൊരു മതത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ പിറന്നു വീണെന്ന് പറയപ്പെടുന്ന ഹിന്ദു മതത്തെ പോലും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇസ്ലാം മതത്തെ ആട്ടെ, ക്രിസ്ത്യൻ മതത്തെ ആട്ടെ, ഈ മതങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. ഒരു തരത്തിൽ സമാധാനം എന്ന് പറയുന്ന പരിപാടി മനുഷ്യന്മാർക്ക് കൊണ്ടുവരാൻ ഈ മതങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാടോ താൻ ഈ വീഡിയോയുമായിട്ട് ഒന്ന് ചോദിക്കും. ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നതിന് ഒറ്റ മെയിൻ ഉദ്ദേശം, ഇവിടെ മധു എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ബാങ്ക് വിളി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു തീവ്രവാദപരമായിട്ടുള്ള സംതിങ് ആണ്, അത് അപരമത വിദ്വേഷത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല, എന്താണ് ബാങ്ക് വിളി എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു പണ്ഡിതന്റെ, ഇസ്ലാമിക പണ്ഡിതന്റെ വീഡിയോ കാണിച്ചു തരാണ്. അദ്ദേഹത്തിന്റെ വർത്തമാനം എനിക്ക് ഇഷ്ടമാവാൻ കാരണം അദ്ദേഹം തുടക്കത്തിലെ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് താഴെ മധുവിനെതിരെ ഒരു തെറിവാക്ക് പോലും പാടില്ല, ഏറ്റവും മാന്യമായ കമന്റുകൾ മാത്രമേ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇടാൻ പാടുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മറുപടി കൊടുക്കുന്നതും ജനാധിപത്യപരമായിട്ടാണ്, ഹൈലി ജനാധിപത്യപരമായിട്ടാണ്. എന്നാൽ ഈ ജനാധിപത്യപരമല്ലാതെയാണ് ഈ മധു എന്ന് പറയുന്ന മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിന്റെ താഴെ എഴുതുന്ന സുഹൃത്തുക്കളെ കേട്ടുനോക്കൂ. ഒരു തരത്തിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ മധുവിനെ പോലുള്ള ആളുകളെ പിടിച്ച് തേച്ചൊട്ടിക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. അതെങ്ങനെയാണ് 5 നേരം വിശ്വാസം? എന്റെ വിശ്വാസമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന എന്റെ മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ഹിന്ദു പറഞ്ഞാലും നമ്മൾ നോക്കൂ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ 5 നേരം നിസ്കരിക്കുന്ന ആ മുസ്ലിങ്ങള് അവരുടെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അത് ഭയങ്കരധികം പ്രശ്നമുള്ളൊരു കാര്യമെന്നാണ് പറയുന്നത്. നോക്കൂ, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തില് എല്ലാ മതങ്ങൾക്കും ആ മതത്തിന്റെ ആചാരങ്ങളും മറ്റും അനുഷ്ഠിക്കാനും അവരുടെ മതത്തെ പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്നുള്ളതാണ്. ആ ജനാധിപത്യ ആശയത്തെ ഒട്ടുമേ മനസ്സിലാക്കാതെയാണ് മധുവിനെ പോലുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഉസ്താദിലേക്ക് അടക്കാം, അദ്ദേഹം പറയുന്ന മറുപടിയിലേക്ക് നമുക്കൊന്ന് കടക്കാം. എവിടെ ബാങ്ക് പരമത വിദ്വേഷമാണെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. എല്ലാ ബഹുമാന ആദരവ് നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്നു മുതലാണ് ബാങ്ക് പരമത വിദ്വേഷമായത്? നമ്മുടെ നാടും നഗരവും ബാങ്ക് കേട്ട് ഉണരാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടല്ലേ. വർത്തമാന കാലഘട്ടത്തിൽ പല ആളുകളും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ സന്ധ്യാവിളക്ക് ഞങ്ങൾ വെക്കുന്നത്. ലോകത്തൊരു ജനതക്കും അവകാശപ്പെടാൻ കഴിയാത്ത മഹിതമായ സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ നാടിന്റെ സ്വകാര്യ അഹങ്കാരം എന്നോണം പറയാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഈ ഗൃഹാതുരത്വം. പ്രഭാതത്തിലെ ബാങ്കുവിളി, അമ്പലത്തിലെ കീർത്തനങ്ങൾ, പള്ളിയിലെ മണിയടി, ഒരു ജനതക്കും ഇത്തരം ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇതിൽ ബാങ്കിൽ മാത്രം പരമത വിദ്വേഷം വന്നു.
എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ചേട്ടൻ തന്നെ പറയും, കേൾക്കട്ടെ. നോക്കൂ, ഇദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അദ്ദേഹം പറയുന്നതിലൊരു ഒരു തരത്തിൽ കാര്യമുണ്ടെന്ന് പറയാം. നോക്കൂ, നമ്മൾ ഒരിക്കലും ഈ ക്രിസ്ത്യൻസിനെ ഇങ്ങനെ അപാരമായിട്ട് കുറ്റപ്പെടുത്തുന്ന സംഖ്യകളെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവർ പലപ്പോഴും എന്തു പറഞ്ഞാൽ രണ്ടാമതായിട്ട് ഈ മുസ്ലിങ്ങളെ, അവരുടെ തീവ്രവാദം, മുസ്ലിങ്ങളെല്ലാം പ്രശ്നക്കാരാണ്, അവരുടെ ഈ ബാങ്ക് വിളി പ്രശ്നമാണ്. എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വിളി പ്രശ്നമൊന്നല്ല, ആ ബാങ്ക് വിളിയുടെ ശബ്ദം പണ്ടൊക്കെ ഒരു പള്ളിയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് 1-2 അമ്പലമുള്ള സമയത്ത്, ഇപ്പൊ എല്ലാ അമ്പലത്തിൽ നിന്നും എല്ലാ പള്ളിയിൽ നിന്നും ആ മയക്കും കെട്ടിയിട്ടുള്ള ഈ ഒരു ശബ്ദം വരുമ്പോൾ അത് ചില ആളുകൾക്ക് ചെവിക്ക് ദോഷമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ കിടക്കട്ടെ, അത് ശാസ്ത്രീയമായ സത്യമാണ്. എന്നാൽ അതേസമയം അതൊരു തീവ്രവാദപരമാണെന്നും അത് കേൾക്കുന്നത് വളരെ മോശമാണെന്നും അത് അന്യമത വിദ്വേഷമാണെന്നും പറയുന്നത് ശരിയല്ല. എന്തായാലും ഇതിന് മധു എന്ന് പറയുന്ന മനുഷ്യന് ഒരു ഉത്തരമുണ്ട്. മധു ഒരു 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. വിശുദ്ധ ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല, എന്റെ മതം മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ്. അപ്പൊ അത് നടക്കാൻ ഇദ്ദേഹം പറയുന്ന കാര്യം നിങ്ങളിപ്പോ വ്യക്തമായിട്ട് കേട്ടിരിക്കും. 5 നേരം നിസ്കരിക്കുന്ന ആ ബാങ്ക് വിളിയൊക്കെ പരമത വിദ്വേഷമാണ്, മറ്റുള്ള മതത്തെ വിദ്വേഷത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നതും അതും ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ്, അപരമത വിദ്വേഷമാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുമതത്തിലെ ആളുകൾ പറയുക ഹിന്ദുമതം മാത്രമാണ് ശരിയെന്നല്ലേ? അല്ലേ? അതിൽ തന്നെ ശ്രീകൃഷ്ണനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ പറയാ ആ വിശ്വാസികൾ മാത്രമാണ് ശരിയെന്നല്ലേ? അപ്പൊ അതൊരു തരത്തിൽ പറഞ്ഞാൽ അതും ഇസ്ലാമിനെതിരായിട്ടുള്ള വാക്കുകളല്ലേ? എന്താണ് അപ്പം അങ്ങനെ? ബാങ്ക് പരമത വിദ്വേഷമാണ്. എങ്ങനെ പരമത വിദ്വേഷമായി? അള്ളാഹു അല്ലാതെ ദൈവമില്ല, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നു എന്നതാണ് മധുച്ചേട്ടന്റെ വ്യൂ പോയിന്റിൽ പരമത വിദ്വേഷം. എന്റെ മതം മാത്രമാണ് ശരി, എന്റെ ദൈവം മാത്രമാണ് ശരി, എന്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നുള്ളത്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പരമത വിദ്വേഷമാണോ മധുച്ചേട്ട? എനിക്ക് അഭിപ്രായമില്ല. എനിക്കെന്നല്ല, ഭഗവത്ഗീതക്ക് പോലും ആ അഭിപ്രായമില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മധുച്ചേട്ട? ഭഗവത്ഗീതയുടെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിന്റെ 35-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയാ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സനിഷ്ഠിത. എന്താണ് പ്രിയപ്പെട്ട മധുച്ചേട്ട ഇതിന്റെ വിവർത്തനം? നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മം, ധർമ്മം മതം, അന്യധർമ്മം അന്യമതത്തെക്കാളും മഹിതമായത്, ശ്രേയാൻ നല്ലത്, മഹിതമായത്, പവിത്രമായത് സ്വന്തം ധർമ്മമാണ് എന്ന് മാത്രമല്ല, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നവന്റെ മരണം പോലും ശ്രേഷ്ഠകരമാണ്. ശ്ലോകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പരധർമ്മോ ഭയാവഹ. പരധർമ്മം, അന്യധർമ്മങ്ങൾ, അന്യമതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഭയമുണ്ടാക്കി തീർക്കുന്നതാണ്, ഭയാനകരമാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ ചേട്ടൻ എന്ത് മനസ്സിലായി? ഗീത പറയുന്നത് സ്വധർമ്മമാണ് സത്യം, പരധർമ്മം, അന്യധർമ്മങ്ങൾ അത് ഭയമുണ്ടാക്കി തീർക്കുന്നതാണെന്ന് ഗീത പറഞ്ഞു വെക്കുന്നു. ആ ഗീത പറയുന്ന ആശയത്തെയല്ലേ സത്യത്തിൽ മധുച്ചേട്ടൻ ഫോളോ ചെയ്യുന്നത്? അതിന്റെ പേരിലല്ലേ ഈ പരമത വിദ്വേഷം പച്ചയായിട്ട് ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ സഭ്യതര വാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നത്? അവരുടെ ഭക്ഷണത്തെ, അവരുടെ വസ്ത്രത്തെ, അവരുടെ ആരാധന കർമ്മങ്ങളെയൊക്കെ നിശ്ചിതമായി വിമർശിക്കുകയല്ലേ? എന്നാൽ ഞങ്ങൾ ആരെങ്കിലും ഗീതയിൽ പറഞ്ഞ ഈ ശ്ലോകം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കാൻ സന്നദ്ധമാകുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഏതാണ് നല്ലത് എന്ന് അവൻ സ്വയം മനസ്സിലാക്കി പഠിച്ചിട്ട് അവർക്ക് അതിനെ ഫോളോ ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നത് ഇലാഹുക്കും ഇലാഹും വാഹിദ്, എന്റെയും നിന്റെയും ഉടയവനായ സൃഷ്ടാവായ പടച്ചതമ്പുരാനായ ഏക ഇലാഹായ അല്ലാഹുവാണ് സത്യം എന്ന് ഞാൻ എന്റെ പഠനത്തിലൂടെ മനസ്സിലാക്കി വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം എനിക്ക് ഉൾക്കൊള്ളാനും അനുധാവനം ചെയ്യാനും സമൂഹത്തോട് പറയാനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന എനിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്നുണ്ട്, പൗരാവകാശം, വ്യക്തി സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതുള്ളത് കൊണ്ടാണ് ചേട്ടൻ പച്ചയായിട്ട് ഈ വിമർശനം നടത്തുന്നത്. അതുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ ആശയത്തെ അങ്ങയോട് വിനയത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി പറയുന്നത്. ഇതിലെവിടെയാണ് പ്രശ്നം? നോക്കൂ ചേട്ടാ, എല്ലാ വിശ്വാസങ്ങളും ശരിയാണെന്ന് പറയുമ്പോഴാണോ സഹാനുഭൂതിയുള്ള മാനവികമായ ചിന്ത എന്ന് പറയുക? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ, അവരിലെ പാസ്റ്റർമാർ, അവരുടെ ഉപദേശികളായ ആളുകൾ അങ്ങാടികളിൽ മൈക്ക് കെട്ടി പ്രസംഗം നിങ്ങൾ കേട്ട് കാണുമല്ലോ. എന്താ അവർ പറയാറുള്ളത്? ഏക രക്ഷകൻ, ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്.
അവരങ്ങനെ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ പല കർമ്മങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കും. എന്തുകൊണ്ട്? അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ. പക്ഷെ അവരോടൊന്നും പലർക്കും വിദ്വേഷമില്ല. പക്ഷേ ബാങ്കിലൂടെ അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പരമത വിദ്വേഷമാണ്. അവിടെ ഒന്നും ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ മുസൽമാൻ അവന്റെ വിശ്വാസം അത് സത്യമാണ്, അത് മാത്രമാണ് സത്യമെന്ന് പ്രസംഗിച്ചാൽ അപ്പോഴേക്കും വികാരം വ്രണപ്പെടുന്നതിന്റെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത് മനസ്സിലാകാത്ത എൻ്റെ പ്രിയപ്പെട്ട ഈ ഒരു ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, BJPയുടെ അല്ലെങ്കിൽ RSSന്റെ തീവ്ര ഹിന്ദുക്കളുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ആഭ്യന്തര ശക്തികൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആഭ്യന്തര ശത്രുക്കൾ, ശക്തികളല്ല. അതിൽ ഒന്നാമതായിട്ട് പെടുന്നത് മുസ്ലിങ്ങളാണ്, രണ്ടാമതായിട്ട് പെടുന്നത് ക്രിസ്ത്യൻസാണ്, മൂന്നാമതായിട്ട് പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതായത് ഈ മൂന്നെണ്ണം ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഈ അമ്പെയ്ത്ത് നടക്കുന്നത്. നിങ്ങളെ തീർത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ക്രിസ്ത്യൻസ് നെഞ്ചത്ത് കയറും. അത് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ നെഞ്ചത്തും കയറും. അത് ഉറപ്പാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഏകദേശം ആ രണ്ടുപേർ തമ്മിലുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാനൊരു വീഡിയോ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഒരു മതത്തെയും എമ്മത്ത് വിശ്വസിക്കുന്ന ഒരാളല്ല. എല്ലാ മതങ്ങളും മനുഷ്യന് 1% പോലും നന്മ ചെയ്യില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ആ മധുച്ചേട്ടൻ്റെ ആ തീവ്രവാദപരമായി പറഞ്ഞ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉത്തരം കൂടിയുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഒപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. അടുത്ത ദിവസം കാണാം. ബൈ.